ഹൗസിൽ പലരോടും നുണ പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് നുണയേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഞാൻ സത്യം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോ പറയും. കാരണം ഞാൻ നുണയെ പറഞ്ഞിട്ടുള്ളൂ. അത് പക്ഷെ ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ലാലേട്ടൻ്റെ അടുത്ത് മാത്രമേ ഞാൻ നുണ പറഞ്ഞിട്ടില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ പറഞ്ഞിട്ടുണ്ട്. പൊക്കിയിട്ടുണ്ടാവും അത് പക്ഷെ ഒരു 99% എനിക്കറിയാലോ ലാലേട്ടൻ്റെ അടുത്ത് വിളച്ചിൽ നടക്കത്തില്ല. അപ്പൊ പിന്നെ ഞാൻ പത്തി അങ്ങോട്ടേക്ക് മടക്കും. അതായത് വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വീരശൂര പരാക്രമികളായിട്ടുള്ള എല്ലാവരും ഇങ്ങനെ പഞ്ചഭുജം മടക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എക്സ്പെഷ്യലി അക്ബർ നിൽക്കുന്നതാണ്. ലാലേട്ട ഇതിങ്ങനെയാണ്. ലാലേട്ടന്റെ ശരീരം കഴുത്ത് ഇങ്ങോട്ടേക്ക് ഒടിഞ്ഞത് പോലെയാണ്. ശ്രദ്ധിച്ചാ മതി. അപ്പം ലൈക്ക് അല്ലാത്തപ്പോഴത്തേക്കും എടാ നീന്റെ വലിച്ചങ്ങോട്ട് കീറും ആ രീതിയിൽ നിൽക്കുന്ന അക്ബർ ലാലേട്ടന്റെ തരുമ്പോഴത്തേക്കും സൈഡ് ചരിയും. പക്ഷെ ഞാൻ ലാലേട്ടന്റെ എപ്പിസോഡിൽ വരുമ്പോഴത്തേക്കും ലാലേട്ട ഇതിങ്ങനെയാണ് സംഭവിച്ചത് ലാലേട്ട. എനിക്ക് ലാലേട്ടൻ്റെ അടുത്ത് ഒരു പ്രത്യേകത ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ ആ ഒരു ഇഷ്ടം ഞാൻ പ്രകടിപ്പിക്കും.